നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇറാൻ ഈ ഒരു പോരാട്ടം വളരെ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ഇത് എപ്പോൾ വേണമെങ്കിലും ഇസ്രായേൽ ഇറാൻ പോരാട്ടം മൂർച്ഛിക്കാവുന്ന അവസ്ഥയിലും ഇസ്രായേൽ ഹമാസ് പോരാട്ടം ഇപ്പോഴും തുടരുന്ന സാഹചര്യവുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ച് നിരവധി വിമാന കമ്പനികൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഉടലെടുത്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വിമാന കമ്പനികൾ നിർണായക തീരുമാനമെടുത്തിരിക്കുന്നത്. ബ്രിട്ടീഷ് എയർവേസ്, എയർ ഫ്രാൻസ്, ഇത്തിഹാദ്, എത്തോപ്യൻ എയർലൈൻസ് തുടങ്ങിയവരാണ് സർവീസുകൾ നിർത്തിവെച്ചത്. ലബനാൻ തലസ്ഥാനമായ ബെയ്റൂത്തിലേക്കും ചില കമ്പനികൾ സർവീസ് നിർത്തി. ഞായറാഴ്ച പുലർച്ചെയോടെ തുടങ്ങിയ സംഘർഷം ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ്. ഗാസയ്ക്കെതിരെ ഇസ്രായേലിന്റെ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇത് ആദ്യമായാണ് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള കനത്ത ആക്രമണം നടത്തുന്നത്. ബുധനാഴ്ച വരെ ഇസ്രായേലിലേക്കുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കുമെന്നാണ് ബ്രിട്ടീഷ് എയർവേസ് യാത്രക്കാർക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ടെൽ അവീവിലേക്കും ലബനാൻ തലസ്ഥാനമായ ബെയ്റൂത്തിലേക്കും തിങ്കളാഴ്ച വരെ സർവീസുകൾ നിർത്തിവെച്ചതായി എയർ ഫ്രാൻസ് അറിയിച്ചിരുന്നു. ഇത്തിഹാദ്, എത്തോപ്യൻ എയർലൈൻസ്, ഹംഗേറിയയിലെ ലോ കോസ്റ്റ് കാരിയർ സർവീസായ വിസ് എന്നിവയും ഞായറാഴ്ച ഷെഡ്യൂൾ ചെയ്ത ടെൽ അവീവിലേക്കുള്ള വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. നേരത്തെ നിർത്തിവെച്ച ലണ്ടനും ടെൽ അവീവിനും ഇടയിലുള്ള സർവീസുകൾ സെപ്റ്റംബർ 25 വരെ നീട്ടുമെന്ന് വെർജിൻ അറ്റ്ലാന്റിക് അറിയിക്കുകയുണ്ടായി. പുതിയ സംഘർഷത്തിന്റെ സാഹചര്യത്തിലാണ് ഈ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജോർദാനിലെ റോയൽ ജോർദാനിയൻ ബെയ്റൂത്തിലേക്കുള്ള വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്ന തീരുമാനമെടുത്തിരിക്കുകയാണ്. മാത്രമല്ല, ജർമ്മനിയുടെ ലുഫ്താൻസ ബെയ്റൂത്തിലേക്കുള്ള സർവീസുകൾ നിർത്തി. സെപ്റ്റംബർ അവസാനം വരെ ഈ ഒരു സർവീസ് നിർത്തലാക്കിയത് നീട്ടിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ജോർജിയ ആസ്ഥാനമായുള്ള ഡെൽറ്റ എയർലൈൻസ് അറിയിച്ചിരിക്കുന്നത് ഇസ്രായേലിലേക്കുള്ള ഫ്ലൈറ്റുകൾ താൽക്കാലികമായി നിർത്തിവെച്ചത് ഒക്ടോബർ 31 വരെ നീട്ടുമെന്നാണ്. ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ ഇസ്രായേലിലെ പ്രമുഖ വിമാനത്താവളങ്ങളിലൊന്നായ ബെൻ ഗുറിയോണിൽ അവരുടെ പ്രവർത്തനം താൽക്കാലികമായി തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പ്രവർത്തനം വീണ്ടും തുടങ്ങി. പക്ഷേ ആക്രമണത്തിന് പിന്നാലെയുള്ള മണിക്കൂറുകളിൽ ഇവിടെ ഇറങ്ങേണ്ട വിമാനങ്ങൾ വഴിതിരിച്ചു വിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് വിമാന കമ്പനികൾ നിയന്ത്രണം അതുപോലെ തന്നെ നിർത്തലാക്കുക എന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മെറോൺ താവളവും അധിനിവേശ ഗോലാൻ കുന്നുകളിലെ 4 സ്ഥലങ്ങളും ഉൾപ്പെടെ 11 ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നത്. പക്ഷേ ആയിരക്കണക്കിനോളം ഹിസ്ബുള്ള റോക്കറ്റ് ലോഞ്ചറുകളെയാണ് തങ്ങൾ ആക്രമിച്ചതെന്ന് ഇസ്രായേലും വാദപ്രതിവാദം നടത്തുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകൾ നശിപ്പിച്ചുവെന്ന ഇസ്രായേലിന്റെ അവകാശവാദം ഹിസ്ബുള്ള നിഷേധിക്കുകയും ചെയ്തു. കമാൻഡർ ഫുവാദ് ഷുക്കറിനെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരമായാണ് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണമെന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. കഴിഞ്ഞ മാസം ബെയ്റൂത്തിൽ വെച്ചായിരുന്നു ഫുവാദിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. എന്തായാലും തിരിച്ചടിച്ചു, ആക്രമിച്ചു, ഞങ്ങൾ അതിനേക്കാളും വലിയ രീതിയിൽ ആക്രമിച്ചു എന്ന വാദപ്രതിവാദങ്ങളുമായി ഹിസ്ബുള്ളയും ഇസ്രായേലും രംഗത്തുണ്ട്. ഇതിനിടയിൽ ഈ ഒരു സംഘർഷമൊക്കെ യാത്രക്കാരെ, പ്രത്യേകിച്ച് മറ്റിടങ്ങളിലേക്ക് പോകേണ്ടുന്ന പലരെയും ഈ ഒരു സംഘർഷം ബാധിക്കുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം ഈ ഒരു വിമാന കമ്പനികളുടെ തീരുമാനത്തിൽ നിന്നും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.